സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം മനോഹരങ്ങളായ ദേവാലയങ്ങളെ കുറിച്ച് പറയുകയാണ്. അപ്പോഴാണ് ഈശോ പറയുന്നത്, കല്ലിന്മേ കല്ല് ശേഷിക്കാതെ ഒരവസരം വരും. ഈ ദേവാലയം എന്ന് പറയുന്നത് അന്നത്തെ ദേവാലയമാണെങ്കിൽ പോലും നമ്മളെല്ലാവരും മനോഹരങ്ങളായ ദേവാലയങ്ങളാണെന്നാണ്. നമ്മൾ തന്നെ മനോഹരമാക്കാനായിട്ടുള്ള ശ്രമമാണ്. എന്നാൽ ഈ ദേവാലയത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? യുദ്ധം, സമരം ഒക്കെ നടക്കുകയാണ്. അപ്പോൾ സത്യത്തില് നമ്മളൊക്കെ ദേവാലയമാണെങ്കിലും ദേവാലയത്തിന്റെ മിനിസ്ട്രി ചെയ്യാതെ വരികയാണെങ്കിൽ, ദൈവം വസിക്കാത്ത ഇടമാണ് നാം ആകുന്ന ദേവാലയമെങ്കിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. യുദ്ധങ്ങളെ പറ്റി കേൾക്കും, അല്ലെങ്കിൽ വലിയ വലിയ പ്രതിസന്ധികളെ പറ്റി കേൾക്കും. എന്നാൽ നീ യഥാർത്ഥ ദേവാലയമാണെങ്കിൽ നിനക്ക് എപ്പോഴും ഒരു സമാധാനം അനുഭവം ഉണ്ടാവും. വിപരീതങ്ങൾ ഉണ്ടാകില്ല എന്നല്ല, പക്ഷെ വിപരീതങ്ങളിലും നീയാകുന്ന ദേവാലയത്തിൽ ഈശോ വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹപ്രദമായ ജീവിതമായി മാറ്റപ്പെടും. അതുകൊണ്ട് നീയാകുന്ന ദേവാലയം എത്ര മനോഹരങ്ങളായ കല്ലുകൾ കൊണ്ട് നിർമ്മിക്കുക എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ ഉള്ള് എത്ര മനോഹരമാക്കി മാറ്റാമോ അത്രയും മനോഹരമാക്കി മാറ്റിയാൽ നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധി അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.